ആയിട്ട് വരുമെന്ന്. എഴുതി കഴിയുമ്പോൾ ഇഷ്ടംപോലെ പേന വേസ്റ്റ് ആയിട്ട് വരും. അതിൻ്റെ കൂടെ റീഫിൽ വാങ്ങിച്ച് ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും പേന വാങ്ങിക്കേണ്ട അവസരം വരുമ്പോൾ വീണ്ടും പേന വാങ്ങിക്കും, വീണ്ടും വേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റീയൂസ് ചെയ്യണ്ടേ? ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇന്ന് നമ്മൾ ഈ പേനയെ ഒരു സുന്ദരിക്കുട്ടിയാക്കി മാറ്റാൻ പോവാണ്. പേനയുടെ റീഫിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് മഷി ഉണ്ടെന്ന്. പക്ഷേ അതിനകത്ത് മഷിയില്ല. ഇതൊരു തരം വിരുദ്ധൻ റീഫില്ലാണ്. ചില റീഫില്ലുകൾ മഷി തീർന്നാലും നമ്മുടെ അതിനകത്ത് മഷി ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പല അബദ്ധങ്ങളും നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു റീഫില്ലാണ്. ഇനി ആ വിരുദ്ധൻ റീഫിലിനെ നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഞാനൊരു കമ്പി കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും അലുമിനിയം ഫോയിൽ ചുറ്റിക്കൊടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലേഡി ഫിഗറിനായതുകൊണ്ട് തന്നെ ആ ഷേപ്പിലാണ് ചുറ്റിക്കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പേന വെച്ചിട്ട്. പക്ഷേ ഞാൻ വേറെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പിന്നെ ലേഡി ഫിഗറിൻ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡോൾസോ അല്ലെങ്കിൽ ഫിഗറിൻസോ ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചെങ്കിലും എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടാറ്. ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ പലപ്പോഴും 100 വ്യൂ 10 വ്യൂ 50 വ്യൂ ഒക്കെ കിടക്കും. സോ അതുകൊണ്ട് ആൾക്കാർക്ക് അതത്രയ്ക്ക് വലിയ നല്ല ഇഷ്ടമല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതൊന്നും ഇവിടെ കാണിക്കാത്തത്. ചെയ്യാറുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് മുതിരാറില്ല. കാരണം ഇവിടെ അങ്ങനെ അത് അത്രയ്ക്ക് അപ്രിഷ്യബിൾ അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരു കാലിങ്ങനെ മുന്നോട്ടിങ്ങനെ കുറച്ച് മടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ ആ രീതിയിൽ വെച്ചത്. ഇനി നമുക്ക് സൈഡിലൊക്കെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ മാത്രം ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വേറെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, ഇതിന് മുമ്പുള്ളത്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേനയുടെ ബേസ് ഉണ്ടല്ലോ, അതെവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിച്ചൊരു ഭാഗമാണ്. അതിൻ്റെ പുറത്ത് ഞാനിവിടെ കുറച്ച് വാൾപുട്ടിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്തിരുന്നതാണ്. അത് വേറെ ഏതൊരു പ്രൊജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നടന്നില്ല. അപ്പോൾ അത് ബാക്കി വന്നു. അപ്പോൾ അത് ഇതിന് ബേസായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബോഡിയുടെ പുറത്ത് ആകെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്തേക്ക് നേരിട്ട് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത്രയ്ക്ക് പെട്ടെന്നൊന്നും ഇരിക്കത്തില്ല. ഞാനിവിടെ പേപ്പർ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഒട്ടണമെങ്കിൽ ഒരു പേപ്പറിൻ്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിനി പേപ്പർ ക്ലേ അപ്ലൈ ചെയ്തിട്ട് സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ പേപ്പർ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. പേപ്പർ ക്ലേയുടെ റെസിപ്പിയൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 വീഡിയോ ചെയ്തിട്ടുണ്ട് പേപ്പർ ക്ലേ പലതരത്തിൽ ചെയ്യുന്നതിനെ പറ്റി. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ഇല്ലാതെയും പേപ്പർ ക്ലേ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട്. I will share the link in the description box. You can check it out how to make paper clays. അതെല്ലാം ഡിഫറെൻറ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കാണുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എല്ലാ റെസിപ്പിയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് നമ്മളൊരു സ്കൾപ്ചർ പോലെ ചെയ്യുന്നത്. ഇതൊരു ഡോളല്ല. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ പോർഷനും നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കൂടുതലും സ്കൾപ്റ്റിങ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ ചെയ്ത് കാണിക്കാൻ കാരണം എൻ്റെ കയ്യിൽ ടൂൾസ് ഇല്ലാത്തതുകൊണ്ടല്ല. നേരെ മറിച്ച് ഒരുപാട് പേരുടെ കയ്യിൽ ടൂൾസൊന്നും ഇല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്കൾപ്റ്റിങ് ചെയ്യുന്ന ഒരിക്കലും ഈസിയല്ല. ഞാൻ സ്കൾപ്റ്റിങ് പഠിക്കാതെ തന്നെ സ്കൾപ്റ്റിങ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ബട്ട് സ്റ്റിൽ പലരും എൻ്റെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആക്കിയിട്ട് ക്രിയേഷൻ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. പലതും കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. ചിലവർ ഇത് തന്നെ അതേപടി ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ചൊരു സന്തോഷം തോന്നുമല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഐഡിയാസ് മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ. അപ്പോൾ അത് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും.
ഇനി നമുക്ക് ഫേസ് ചെയ്യാം. അപ്പോൾ ഫേസിൻ്റെ സ്കൾപ്റ്റിംഗ് ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ കാണിച്ച് ഞാൻ മടുത്തു, നിങ്ങളും മടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇതൊക്കെ പറയുന്നത് പുതിയതായിട്ട് വ്യൂവേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവരാണ് ഇത് കാണണമെങ്കിൽ അവർക്ക് ബോറടിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ പുതിയതായിട്ട് ഒരു പ്രതീക്ഷയാണല്ലോ നമുക്ക് ഓരോ വീഡിയോയിൽ. അപ്പോൾ പുതിയതായിട്ട് വ്യൂവേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറയുന്നതെന്ന്. അപ്പോൾ ഇത് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ഇനി നമുക്ക് ഈ ഡ്രസ്സിൻ്റെ താഴെയുള്ള ഞൊറിവുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യുന്ന ഒരു മെർമെയ്ഡ് ടൈപ്പ് ഓഫ് ഗൗണാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ താഴോട്ട് വരുമ്പം കുറച്ച് വിടർന്നിരിക്കും. ആ ഭാഗമൊക്കെ നമ്മളിതുപോലെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചൊരു ഓൾഡ് മിഡീവൽ ആയിട്ടുള്ള വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു തരം ഒരു ഗൗണാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സ്കൾപ്റ്റ് ചെയ്ത് വരുമ്പോൾ ശരിയാവുമെന്നറിയില്ല, എന്നാലും ഭയങ്കര ബാൾ ഗൗണല്ല. അതിന് പകരം അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ചെറിയ മെർമെയ്ഡ് ടൈപ്പ് ഓഫ് ഗൗണാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് വാട്ടർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തും കൂടെ കൊടുക്കുക. ഇതെല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ സ്കൾപ്റ്റിങ്ങിന് കൊടുക്കുന്നില്ല. ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. കുറേ ടെക്നിക്സ് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരുമിച്ച് പഠിച്ചു പോവാം. അപ്പോൾ ഡ്രസ്സ് തുന്നാനായിട്ട് ഇവിടെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് നമ്മൾ ബേസൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തുന്നിയൊക്കെ ഡ്രസ്സ് വയ്ക്കുന്നത്, ക്ലോത്ത് വെച്ചൊക്കെ ഡ്രസ്സ് വയ്ക്കുന്ന അത്രയ്ക്കൊരു ഒറിജിനാലിറ്റി തോന്നിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ സ്കൾപ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ സ്കൾപ്ചറും വേണ്ടേ, എല്ലാത്തിൻ്റെയും കൂടെ ഡ്രസ്സ് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഇല്ല, എല്ലാം പഴയ ക്ലോത്ത്സാണ്. അതിനെ ഞാൻ മാക്സിമം അട്രാക്റ്റീവ് ആക്കുവാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്കൾപ്റ്റിങ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്യാതറിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ ഗ്ലൗസ് ധരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോർഷൻ കൈപ്പത്തിയുടെ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ കൈ ഉണങ്ങിയതിന് ശേഷം ഈ കൈപ്പത്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. കൈപ്പത്തിയുടെ അവിടെയും അതുപോലെ ഗ്ലൗസ്, അത് ഉണങ്ങിയതിന് ശേഷം ഗ്ലൗസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് നെക്ലേസ് ചെയ്ത് കൊടുക്കാം. മിക്കവാറും വെസ്റ്റേൺ ലേഡീസിൻ്റെ ഒക്കെ നെക്ലേസ് നമ്മുടെ ഇവിടെ പോലത്തെ ഗോൾഡ് അങ്ങനെ ഭയങ്കര മെറ്റാലിക് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് കളറോ എന്നുള്ളതായിരിക്കില്ല. പലപ്പോഴും പേൾ അല്ലെങ്കിൽ കുറച്ച് പ്ലാറ്റിനം, ഡയമണ്ട് പോലത്തെ ഓർണമെൻറ്റ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാനിവിടെ ഒരു പേൾ നെക്ലേസാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഹെയർ ഞാൻ ഒരു പുട്ടപ്പ് ഹെയർ ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫേസ് എല്ലാം ഉണങ്ങിയതിന് ശേഷം ഫേസ് കംപ്ലീറ്റ്ലി കഴുത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കമ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ കയറ്റി ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഹെയർ ചെയ്യാൻ പോകുന്നത്. കാരണം സ്കൾപ്ചർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തല ഇങ്ങനെ ഇളകുന്നൊന്നും അത്രയ്ക്ക് ഒരു നല്ലതല്ല എന്ന് തോന്നി. അതുകൊണ്ട് അതോടെ ഫിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെയറിൽ കുറച്ച് ഇംപ്രഷനൊക്കെ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലൊക്കെ കുറച്ച് പൊക്കിയായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പഫി ആയിട്ട് ഹെയർ നിൽക്കുന്ന പോലെ നമുക്ക് ഇംപ്രഷൻസ് ഒക്കെ കൊടുക്കാം. ഹെയർ സ്റ്റൈൽ ഞാനിവിടെ അപ്ഡു ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുറേ ഹെയർ ഇങ്ങനെ അഴിച്ചിട്ട് ഹെയറാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപ്ഡു ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതുപോലെ തന്നെ പുറകിലും ഹെയർ അപ്ലൈ ചെയ്തിട്ട് ഇംപ്രഷനൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തിട്ട് ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഇതിന് മുമ്പ് നമ്മളിങ്ങനെ ബൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇവിടെ ഉൾപ്പെടുത്താത്തത്. ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് കോട്ടായിട്ടൊരു സിമെൻറ്റ് പ്രൈമർ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു കുറച്ച് ഫെയർ ആയിട്ടുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്.
കാണിക്കുന്നത്, കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ലേഡിയാണ്. സോ അതുകൊണ്ട് ഇനി നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ താഴ്ഭാഗം, ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗം മുഴുവനായിട്ടും വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ കൊടുക്കുന്നത് എനിക്ക് അവിടെ കുറച്ച് ഭാഗത്ത് റെഡ് അപ്ലൈ ചെയ്യാനുണ്ട്, അപ്പോൾ അതൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇവിടെ ഞാൻ പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല. ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹെയറിന് ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്, കാരണം ബ്ലാക്ക് കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് തോന്നിയുകൊണ്ട് ഞാനൊരു മീഡിയം ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഡ്രസ്സിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് റെഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡ് നേരിട്ട് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ഡാർക്കായിപ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല, എടുത്ത് നിൽക്കില്ല റെഡ്. അതുകൊണ്ടാണ് വൈറ്റ് ബേസ് കൊടുത്തിരുന്നത്. ഇനി ബേസിന് നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാം, ഒരു പുല്ലിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡ്രസ്സിൽ ഈ ഒരു മുകളിലെ ഭാഗവും താഴ്ഭാഗത്തും നമുക്ക് പോൾ മെറ്റാലിക് വെയിറ്റ് കൊടുക്കാം. ബൊക്കേക്ക് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലേഡീസ് സ്കൾപ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്കൾപ്ചർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഡോൾ അല്ലാത്തതുകൊണ്ട് ഞാനൊരു നെയിമിങ്ങിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് പേനയൊക്കെ വേസ്റ്റായിട്ട് വരുന്നതാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാം. അപ്പോൾ ഇമ്പോസിബിൾ എന്നുള്ളൊരു കാര്യമില്ല, നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള പേന കൊണ്ട് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പെൻ ഹോൾഡറോ അല്ലെങ്കിൽ ഓർഗനൈസറൊക്കെയാണ് ഒരുപാട് പേനയൊക്കെ കൂട്ടി ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ യുണീക്കായിട്ടുള്ള സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇനിയും ഒരുപാട് വരുന്നുണ്ട്. ഡിസ്നി പ്രിൻസസിൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ കുറച്ചും കൂടെ കാത്തിരിക്കണം, കാരണം എൻ്റെ കയ്യിൽ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും തന്നെ ഇല്ല. അതൊക്കെ കുറച്ച് സംഘടിപ്പിച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ ഇഷ്ടമുണ്ടെന്നുള്ളതിൽ സന്തോഷം. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടിയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!